2026 ഓഗസ്റ്റ് 8 ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ വലിയ ഉത്സാഹവും ആവേശവും പ്രകടമാകും. എന്നാൽ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും നിസ്സാര വിഷയങ്ങളിൽ കോപപ്പെടുന്നതും ഒഴിവാക്കുന്നത് കാര്യവിജയത്തിന് ഏറെ അത്യാവശ്യമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കുവാനും താല്പര്യം വർദ്ധിക്കും. പ്രതിസന്ധികളെ തന്ത്രപരമായി നേരിടുവാനും നിർണായക തീരുമാനങ്ങൾ എടുക്കുവാനും ആവശ്യമായ ആത്മധൈര്യം കൈവരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരും. സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുന്നതും ഉല്ലാസയാത്രകൾ ആസൂത്രണം ചെയ്യുവാനും താല്പര്യം വർദ്ധിക്കും. പ്രൊഫഷണൽ രംഗത്ത് പുരോഗതി കാണുന്നുണ്ട്. കർക്കിടക രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമൂഹ്യ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും സമയം പ്രയോജനപ്പെടുത്തുക. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ഉണ്ടാകും. മനസ്സിൽ ആത്മീയ സമാധാനം നിലനിൽക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്വവും പുലർത്തുവാൻ സാധിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നത് മാനസിക സന്തോഷം നൽകും. സർവവും വിജയത്തിനും ഔദ്യോഗിക അംഗീകാരത്തിനും യോഗമുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉന്നത പഠനത്തിനും ദീർഘദൂര യാത്രയ്ക്കുമുള്ള പദ്ധതികൾ വിജയിക്കും. മുതിർന്നവരുടെ ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് കാര്യവിജയം നൽകുവാൻ സഹായിക്കും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും ഇടവരും. തുലോം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഗവേഷണങ്ങളും വിജയകരമായി പൂർത്തിയാകും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലും നിയമപരമായ വിഷയങ്ങളിലും അതീവ സൂക്ഷ്മത പാലിക്കുക. ക്ഷമയോടെയുള്ള സമീപനം പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ കരാറുകളിലോ ബിസിനസ് പങ്കാളികളിലോ ഏർപ്പെടുന്നത് അനുകൂലമായ സമയമാണിത്. സർക്കാർ ജോലി ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യങ്ങളിലും അകൽച്ചകൾ മാറി ഐക്യമുണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. സമ്മാനമായി പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കും. തൊഴിൽ മേഖലയിൽ അവതരിപ്പിക്കുന്ന നൂതന ആശയങ്ങൾ പൊതുജനങ്ങളുടെ പ്രീതിയും അഭിനന്ദനവും നേടിയെടുക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുട്ടികളുടെ പുരോഗതിയിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായോ യാത്രകൾക്കായോ താൽക്കാലികമായി കുടുംബങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാതാവിന്റെ ആരോഗ്യത്തിലും സ്വന്തം ആരോഗ്യത്തിലും കാര്യങ്ങളിലും അതീവ ജാഗ്രത പാലിക്കുക. തൊഴിൽപരമായ തടസ്സങ്ങൾ അതിജീവിക്കാൻ ക്ഷമയോടെയുള്ള ആസൂത്രണം ആവശ്യമാണ്. തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളവർ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക. മീനം രാശി പൂരുട്ടാതി അവസാന മുക്കാൽ ഭാഗം, ഉത്രട്ടാതി രേവതി. പുതിയ കാര്യങ്ങൾ അഭ്യസിക്കുവാനും സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സാധിക്കും. സമൂഹത്തിൽ ശ്രേഷ്ഠരായ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും പുതിയ അവസരങ്ങൾ നേടിയെടുക്കുവാനും വഴിയൊരുങ്ങും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.